മലപ്പുറം ജില്ലയിലേക്കാണ് പ്രവേശിക്കുന്നത്. മലപ്പുറത്ത് 2 മണ്ഡലങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അടുത്തടുത്ത് കിടക്കുന്ന അതിർത്തി പാലിക്കുന്ന 2 മണ്ഡലങ്ങൾ. LDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ തവനൂരും അതുപോലെ തന്നെ പൊന്നാനിയിലും. തവനൂരിലെ സ്ഥാനാർത്ഥി ചിത്രം ആദ്യം നോക്കാം. തവനൂരിൽ സിറ്റിംഗ് MLA KT ജലീലിനെതിരെ മത്സരിക്കുന്നത് VS ജോയ് ആണ്. യുവ കോൺഗ്രസ് മുഖം DCC പ്രസിഡന്റ് രവി തേലത്ത് ആണ് NDAയുടെ സ്ഥാനാർത്ഥി. ആ മേഖലയിലെ പ്രമുഖനായ BJP നേതാവാണ് രവി തേലത്ത്. KT ജലീൽ എന്ന സുൽത്താൻ കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തി തുടങ്ങിയതാണ്. കുറ്റിപ്പുറത്ത് തോൽവി അറിഞ്ഞിട്ടില്ല. 2011 തവനൂർ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ള ആളാണ് KT ജലീൽ. കഴിഞ്ഞ തവണ ഫിറോസ് കുന്നംപറമ്പിലിനെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാണ് KT ജലീൽ. ആ KT ജലീലിന് അട്ടിപ്പത്തറുമോ ഇത്തവണ എന്നുള്ളത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കൗതുകകരമായ ചോദ്യമാണ്. രണ്ടാമത്തെ മണ്ഡലം, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മണ്ഡലം പൊന്നാനിയാണ്. പൊന്നാനി ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ അടിത്തറയുള്ള മലപ്പുറം ജില്ലയിലെ മണ്ഡലമാണ്. ഇത്തവണ പൊന്നാനിയിൽ മത്സരിക്കുന്നത് ഇവരാണ്. MK സക്കീർ CPM-ന് വേണ്ടി, KP നൌഷാദ് അലി കോൺഗ്രസിന് വേണ്ടി, മനീഷ് ജനകീയം അദ്ദേഹം NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. P ശ്രീരാമകൃഷ്ണനെ അതുപോലെ തന്നെ P നന്ദകുമാറിനെ ഒക്കെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ്. മലപ്പുറത്തിന്റെ പൊതുരാഷ്ട്രീയ സ്വഭാവത്തിന് ചേരാതെ നിൽക്കുന്ന മണ്ഡലമാണ് പൊന്നാനി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മലപ്പുറത്താകെ LDFന് വലിയ കാറ്റുവീഴ്ച സംഭവിച്ചപ്പോൾ ഇളകാതെ നിന്നത് പൊന്നാനി മുനിസിപ്പൽ ഏരിയയാണ്. അങ്ങനെ ഇടതുമുന്നണിക്ക് ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി. പൊന്നാനിയും തവനൂരും അടുത്തടുത്തുള്ള ഈ 2 മണ്ഡലങ്ങൾ, ഇടത് സ്വഭാവം കൂടി കാഴ്ചവെക്കുന്ന ഈ 2 മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിഞ്ഞാൽ 16-0 ക്ലീൻ സ്വീപ്പ് നേടാൻ കഴിയുമെന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കുമോ എന്നാണ് മുഹമ്മദ് ഷഹീദ് നമ്മളോട് പറയുന്നത്. ഷഹീദ്, ഈ 2 മണ്ഡലങ്ങളുടെയും ഒരു പൊതു സ്വഭാവം ഇടത് സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. 2011 രൂപം കൊണ്ടതിന് ശേഷം തവനൂർ ഇതുവരെ UDF ജയിച്ചിട്ടില്ല. പൊന്നാനി ദീർഘകാലമായി LDF കൈവശം വെക്കുന്ന മണ്ഡലമാണെന്ന് മാത്രമല്ല ഒരു ഇടത് ക്യാരക്ടർ ആ മണ്ഡലത്തിലുണ്ട്. പക്ഷേ ഈ 2 മണ്ഡലത്തിലും LDFന് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ സമ്പൂർണ്ണ വിജയം എന്ന UDFന്റെ ഒരു വലിയ സ്വപ്നം അവിടെ നടക്കുകയും ചെയ്യും. അവിടുത്തെ ഗ്രൗണ്ട് എന്താണ്? പൊന്നാനിയിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ജയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് LDF വന്നിട്ടുണ്ടോ? ഈ 2 മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും? അഭിലാഷ്, തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ പച്ച പുറച്ചു കിടക്കുന്ന മലപ്പുറത്ത് നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന 2 മണ്ഡലങ്ങളാണ് പൊന്നാനിയും തവനൂരും. അതിൽ പൊന്നാനിയിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇടത് കോട്ടയാണ്, ഒരിക്കലും ഇളകാത്ത. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും പൊന്നാനി നഗരസഭയിൽ വലിയ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് നൽകിയ ഒരു പ്രദേശമാണ്. ആ തീരപ്രദേശം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. MK സക്കീർ അവിടെ വലിയ ഭൂരിപക്ഷം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയും വെളിയങ്കോട് മാത്രമാണ് LDFന്റെ കയ്യിലുള്ളത്. മറ്റുള്ള എല്ലാ ഇടങ്ങളിലും UDF വലിയ മുന്നേറ്റമുണ്ടാക്കി. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാനുള്ള വോട്ടുകൾ ഈ തീരപ്രദേശത്ത് നിന്ന് ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. നമുക്ക് പരിശോധിക്കേണ്ട കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പരസ്യ പ്രതിഷേധം, CPM-നകത്ത് TM സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പരസ്യ പ്രതിഷേധം നടന്ന വലിയ കോലാഹലം ഉണ്ടായ ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 17,000-ഓളം വോട്ടിന് ലീഡ് LDF നന്ദകുമാർ ലീഡ് ചെയ്തൊരു മണ്ഡലമാണ് പൊന്നാനി. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം അവിടെ CPM-ന് വലിയ തോതിലുണ്ട് എന്നുള്ളതാണ്. അത് ഇപ്പോഴും അവർ വെച്ചു പുലർത്തുന്നു. എല്ലാ പഴുതുകളും അടച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. പക്ഷേ അപ്പോഴും UDFന്റെ ആത്മവിശ്വാസം എന്നുള്ളത് തീരപ്രദേശത്ത് നുഴഞ്ഞു കയറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. T നൌഷാദ് അലി അവിടെ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി തീരപ്രദേശം കേന്ദ്രീകരിച്ച് അവിടെ സന്നദ്ധ പ്രവർത്തനം ഉൾപ്പെടെയുള്ള വലിയ പ്രവർത്തനം വളരെ സജീവമായി രംഗത്തുണ്ട്. ഇത് തീരപ്രദേശത്തെ CPM വോട്ടുകളിൽ, ഇടത് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് നൌഷാദ് അലി, ഉറച്ച ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ നൌഷാദ് അലിയുടെ സ്വന്തം നിലയിലുള്ള ചില നീക്കങ്ങൾ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് UDFന്റെ ഇപ്പോഴുള്ള ബലം. ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ സംഘടനാശേഷിയുണ്ട്. ഇതുപയോഗിച്ച് തീരപ്രദേശത്ത് ആശയക്കുഴപ്പമുണ്ടാക്കി, ആ രീതിയിൽ ഇടത് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി അതുപയോഗിച്ച് ജയിച്ചു കയറാം എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ആ തരത്തിൽ തീരപ്രദേശം എന്തു ചിന്തിക്കുന്നു? പരമ്പരാഗതമായി ഇടതിനൊപ്പം നിൽക്കുന്ന തീരത്ത് ഏതെങ്കിലും തരത്തിൽ ഇളക്കമുണ്ടാക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പൊന്നാനി ഉയർത്തുന്ന ഏറ്റവും പരമപ്രധാനമായ ചോദ്യം. അങ്ങനെ ഇളക്കമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ശക്തമായ ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങും, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് നീങ്ങും. നമ്മുടെ സർവേ ഫലവും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ ഗ്രൗണ്ടിലൂടെ പോയി പല ആളുകളോട് സംസാരിച്ചപ്പോഴും ഈ രീതിയിലുള്ള ഇഞ്ചോടിഞ്ചുള്ള ഒരു മത്സരം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തീരപ്രദേശത്തുള്ള വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കി അല്ലെങ്കിൽ തങ്ങളൊപ്പം നിലനിർത്തി കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ, ഒപ്പം തന്നെ പ്രാദേശികമായ വികസനം അവിടെ ഒരു പ്രശ്നമാണ് ഈ LDFനെതിരെ പ്രധാനമായും ഉന്നയിക്കുന്നത്. അവിടെ വേണ്ടത്ര രീതിയിലുള്ള വികസനം കഴിഞ്ഞ 4 ടേമായി 2006 മുതൽ തുടർച്ചയായി LDF CPM-ആണ് അവിടെ വിജയിച്ചു വരുന്നത്. വേണ്ടത്ര വികസനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ആരോപണം വളരെ ശക്തമായി പ്രാദേശികമായി ഉന്നയിക്കുന്നുണ്ട്. മറുപടി LDF
സൂചിപ്പിച്ചതുപോലെ തന്നെ തവനൂരിൽ കെട്ടി ജലീൽ 2011 മുതൽ മണ്ഡലം രൂപീകരിച്ചത് മുതൽ അവിടെ തുടർച്ചയായി ജയിച്ചു വരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. 3000-ൽ താഴെ വോട്ടിന് മാത്രമാണ് ജലീൽ ജയിച്ചു വന്നത്. അത് തന്നെയാണ് UDFന്റെ VS ജോയിയെ DCC പ്രസിഡന്റ്, മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി അത് വളരെ സജീവമായി മുസ്ലിം ലീഗിന്റെ ഒക്കെ വലിയ പിന്തുണയോടുകൂടി അവിടെ മത്സര രംഗത്ത്, പ്രചരണ രംഗത്ത് വളരെ സജീവമായി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെല്ലുവിളി ഇത്തവണ കെട്ടി ജലീൽ ഉയർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം VS ജോയിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 3000-ൽ താഴെയുള്ള വോട്ടിലാണ് ജലീൽ കഴിഞ്ഞ തവണ ജയിച്ചത്. പക്ഷേ ജലീൽ അപ്പോൾ നൽകുന്ന വിശദീകരണം, കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു, ഒരു സന്നദ്ധ സേവന പ്രവർത്തകനായ ഫിറോസ് കുന്നുംപറമ്പിലായിരുന്നു UDF സ്ഥാനാർത്ഥിയാക്കി വെച്ചിരുന്നത്. വലിയ തോതിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഈ മണ്ഡലത്തിൽ അഴിച്ചുവിട്ടു. അതിൽ മണ്ഡലത്തിലുള്ള അല്പസമയം മുമ്പ് ജലീലുമായി സംസാരിച്ചപ്പോൾ ജലീൽ തന്നെ പറയും, മണ്ഡലത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ വഞ്ചിതരായി എന്ന് ജലീൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വഞ്ചന അവർക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു തരത്തിലുള്ള വോട്ട് ചോർച്ചയും ഉണ്ടാവുകയില്ല. അതിശക്തമായി 15000 വോട്ടിന് തനിക്ക് മുന്നോട്ട് ലീഡ് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ ജലീലുണ്ട്. ഒപ്പം തന്നെ VS ജോയിനെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ ലീഗ് വലിയ തോതിലുള്ള പ്രചരണ രംഗത്തുണ്ട്. ലീഗ് തന്നെ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രമേയം, അതായത് ഇവിടെ യഥാർത്ഥ കേരള സ്റ്റോറിയാണ് തവനൂരിൽ കാണിക്കുന്നത്. ഈ ലീഗിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് VS ജോയിയെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തി ജയിപ്പിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ വലിയ പ്രചരണ രംഗത്ത് അവരും സജീവമായി രംഗത്തുണ്ട്. കെട്ടി ജലീൽ കഴിഞ്ഞ 2 വർഷമായി താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മണ്ഡലത്തിൽ നിന്നും പിൻവാങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് തുടങ്ങിയുള്ള സംസ്ഥാന രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം, അന്താരാഷ്ട്ര രാഷ്ട്രീയം ഉൾപ്പെടെ തവനൂരിൽ ചർച്ചയാണ്. ആ തരത്തിൽ തീപാറുന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് തവനൂരും കടന്നിട്ടുണ്ട്. ആ തരത്തിലുള്ള പ്രചരണം അടിത്തട്ടിൽ ഇപ്പോഴും ഇന്ന് വൈകുന്നേരവും സ്ഥാനാർത്ഥികളെല്ലാം റോഡ് ഷോയുമായി വളരെ സജീവമായി. ഒരു വോട്ട് പോലും പാഴായി പോകരുത്, പാഴാകുന്ന ഒരു വോട്ട് പോലും ജയപരാജയത്തെ. ശക്തമായ മത്സരം ഇതാണ് തവനൂരിലും പൊന്നാനിയിലും സംഭവിക്കുന്നത്. അതായത് മലപ്പുറത്തിന്റെ തീരമേഖലയിൽ ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുകയാണ്.